നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതായ ഭാഗം എബ്രായ ലേഖനം 12 അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണല്ലോ ഓട്ടവും പോരാട്ടവും എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ളൊരു പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ കണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പഠിച്ചു വന്നതായ കാര്യങ്ങളെല്ലാം നോക്കിയാൽ നമുക്ക് ഒരു ഓട്ടമുണ്ട്. അതുകൊണ്ട് നമ്മുടെ തളർന്ന കാലുകളെ നമ്മൾ ശക്തിപ്പെടുത്തണം. നമുക്ക് ഒരു പോരാട്ടമുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുഴഞ്ഞ മുഴങ്കാലുകളെ നമ്മൾ ശക്തീകരിക്കേണ്ടത് ആവശ്യമാണ്, അതിനെ നിവർത്തേണ്ടത് ആവശ്യമാണ്. നമുക്കൊരു ശത്രുവുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പാതകളെ നേരെയാക്കണം. ഈ ഓട്ടത്തെക്കുറിച്ചുള്ള പഠനത്തിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഓട്ടം എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ എന്താണ് ആകാശത്തിൽ മുഷ്ടിയുദ്ധം ചെയ്യുന്ന വ്യക്തികൾ എന്ന നിലയിലല്ല. പ്രത്യുത ഒരു ലക്ഷ്യബോധത്തോടുള്ള ഒരു ഓട്ടമാണ് ആവശ്യമായിരിക്കുന്നത്. ഏതോ ഓട്ടക്കളത്തിൽ ഒരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. നാം എന്തിനു വേണ്ടിയാണ് ഓടുന്നത്? സ്വർഗത്തിൽ പോകാനാണ് ഓടുന്നതെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണ്. കാര്യം സ്വർഗത്തിൽ നമ്മളാരും പോവുകയല്ല, സ്വർഗത്തിൽ നമ്മളെ കർത്താവ് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ആരും അത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കർത്താവ് നമ്മളെ കൊണ്ടുപോകും. പക്ഷേ നാം ശ്രദ്ധയോടുകൂടെ നമ്മുടെ ഒരു ലക്ഷ്യം മുന്നിൽ കാണേണ്ടി വരുമ്പോൾ എന്താണതെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ പോലെ ആയിത്തീരാനാണ് നാം ഓടുന്നത്. യേശുവിനെ പോലെ ആകാനായി ഓട്ടം. ആകാശത്തിൽ മുഷ്ടിയുദ്ധം ചെയ്യുന്ന വ്യക്തികൾ എന്ന നിലയിലല്ല. പ്രത്യുത ഒരു ലക്ഷ്യബോധത്തോടുള്ള ഒരു ഓട്ടമാണ് ആവശ്യമായിരിക്കുന്നത്. ഏതോ ഓട്ടക്കളത്തിൽ ഒരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. നാം എന്തിനു വേണ്ടിയാണ് ഓടുന്നത്? സ്വർഗത്തിൽ പോകാനാണ് ഓടുന്നതെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണ്. കാര്യം സ്വർഗത്തിൽ നമ്മളാരും പോവുകയല്ല, സ്വർഗത്തിൽ നമ്മളെ കർത്താവ് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ആരും അത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കർത്താവ് നമ്മളെ കൊണ്ടുപോകും. പക്ഷേ നാം ശ്രദ്ധയോടുകൂടെ നമ്മുടെ ഒരു ലക്ഷ്യം മുന്നിൽ കാണേണ്ടി വരുമ്പോൾ എന്താണതെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ പോലെ ആയിത്തീരാനാണ് നാം ഓടുന്നത്. യേശുവിനെ പോലെ ആകാനായി ഓട്ടം. ഈ വേദഭാഗത്ത് കൃത്യയോട് പറഞ്ഞു, അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് തന്നെ അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാവുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ്. അവൻ്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ അവൻ്റെ വിശുദ്ധിയാണ്. ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിശുദ്ധിയാണ്, വേറെ ഒന്നുമല്ല. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഓടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എങ്ങനെയെങ്കിലും അവൻ്റെ വിശുദ്ധി പ്രാപിക്കുക. അവൻ്റെ വിശുദ്ധി പ്രാപിക്കണമെങ്കിൽ അവൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകണം. സ്വർഗസിംഹാസനങ്ങളിൽ ഇരുന്നരുളുന്നവനായ ദൈവത്തെക്കുറിച്ചുള്ള ദർശനം യെശയ്യാവിന് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ വിശുദ്ധിയുടെ വെളിച്ചത്തിൽ അവനെ തന്നെ പരിശോധിച്ചപ്പോഴാണ് അവൻ്റെ ജീവിതത്തിലെ കുറവുകളെ കണ്ടെത്താനായിട്ട് അവന് കഴിയുന്നത്. എന്നതുപോലെ നാം ദൈവത്തിൻ്റെ പ്രകാശത്തിൽ നമ്മളെ കാണുന്നത് വരെയും യഥാർത്ഥത്തിലുള്ള ദർശനം നമ്മൾ പ്രാപിച്ചവരല്ല. ദൈവത്തിൻ്റെ പ്രകാശത്തിൽ നമ്മൾ കാണുമ്പോൾ മാത്രമാണ് നമ്മൾ എത്ര നികൃഷ്ടരാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവൻ്റെ വിശുദ്ധിയിലേക്കാണ് നമ്മൾ ഓടുന്നതെങ്കിൽ ആദ്യം അവൻ്റെ വിശുദ്ധി എന്താണ്, അല്ലെങ്കിൽ വിശുദ്ധനായ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ദർശനം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഒരു വലിയ അസംതൃപ്തി, ഞാൻ പറഞ്ഞല്ലോ, അത് എങ്ങനെയുള്ള അസംതൃപ്തിയാണ്? വിശുദ്ധമായ ഒരു അസംതൃപ്തിയാണ്. അങ്ങനെ നമ്മൾ കർത്താവിനോട് അനുരൂപപ്പെടുവാനുള്ള ആ ഓട്ടത്തിൽ അവൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ സഭ പറയുന്ന ഒരു വിശുദ്ധിയല്ല. അവൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് റിലീജിയൻ നമുക്ക് നൽകിയ, അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് നൽകിയതായ ഒരു വിശുദ്ധിയല്ല, വിശുദ്ധിയുടെ ഒരു മാനദണ്ഡമല്ല. അവൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് അവനെ കണ്ട് നമ്മൾ അനുകരിക്കുമ്പോൾ മാത്രം നമുക്കുണ്ടാകുന്ന ഒന്നാണ്. അവനെയുള്ള അറിവിലൂടെ മാത്രമേ നമുക്ക് ഓടുവാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമ്മളെ വിളിച്ചത് വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ ഇന്നലെ കണ്ടു. അശുദ്ധിക്ക് വേണ്ടിയല്ല, വിശുദ്ധിക്ക് വേണ്ടിയാണ്. വിശുദ്ധിക്ക് വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചതെങ്കിൽ നാം ഇനിയും അശുദ്ധിയിൽ തുടരുവാൻ നമുക്ക് അവകാശമില്ല. ആ വിശുദ്ധിയുടെ ആ യാത്രയിൽ നമ്മൾ മുന്നേറേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ പല സമയത്തും നമുക്കുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ വിശുദ്ധിയിലേക്കുള്ള ഓട്ടത്തിനുള്ള ശക്തി എനിക്കില്ല എന്നാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. യേശുവിനെ പോലെ ആവുക എന്നൊന്ന് പറയുന്നൊന്നും എന്നെ കൊണ്ട് കഴിയുന്ന കാര്യമൊന്നുമല്ല. കഴിയത്തില്ല എന്നുള്ളത് കൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കാത്ത ഒരവസ്ഥ. അങ്ങനെ ഈ ഓട്ടം ഓടിത്തീർക്കാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ തളർന്നിരിക്കുമ്പോൾ എന്നെ ശക്തീകരിക്കേണ്ടതിന്, അഥവാ എന്നെ എൻകറേജ് ചെയ്യേണ്ടതിന് വേണ്ടി
ഞാൻ പറഞ്ഞല്ലോ, സാക്ഷികളുടെ ഒരു വലിയ സമൂഹത്തെ എനിക്ക് ചുറ്റും കർത്താവ് നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ആകയാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിന് മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ വാക്യത്തിലാണ് കിടക്കുന്നത്. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം നിങ്ങൾ സ്ഥിരതയോടെ ഓടുക. സാക്ഷികളുടെ വലിയൊരു സമൂഹത്തെക്കുറിച്ചാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ കാണുന്നത്. ഹാനോക്ക് മുതൽ ഇങ്ങോട്ടുള്ള സകല ജനങ്ങളും സാക്ഷികളാണ്. എന്തിനുള്ള സാക്ഷികൾ? സാക്ഷ്യം പറയാൻ ഇറങ്ങി വരുന്ന ആളുകൾ. എന്താണ് അവരുടെ സാക്ഷ്യം? മോനെ, നീ അല്ല ഇതാദ്യം ഓടി തീർത്തത്, അല്ലെങ്കിൽ തീർക്കാൻ പോകുന്നത്. ഈ ഓട്ടം ഞങ്ങളൊക്കെ ഓടി തീർത്തതാണ് എന്ന് പറയുന്ന വ്യക്തികൾ. എൻ്റെ ആത്മീയത എൻ്റെ വീട്ടിലുള്ളവർക്ക് മനസ്സിലാകാതെ ഇരിക്കുമ്പോൾ, ദൈവമേ, എൻ്റെ വീട്ടിലുള്ളവരെങ്കിലും എന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ ഓട്ടം എനിക്ക് പ്രയാസം ഉണ്ടാവുകയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഹാനോക്ക് ഇറങ്ങി വന്നിട്ട് പറയും, എൻ്റെ വീട്ടിലുള്ളവർക്കും എൻ്റെ ആത്മീയത മനസ്സിലായില്ല, എന്നിട്ടും ഞാൻ ഓടി. നോഹയുടെ തലമുറയിലുള്ള ഒരു വ്യക്തി പോലും ആത്മീയരല്ലാതിരുന്നപ്പോൾ നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്. എന്താ ബ്രദറെ, എല്ലാവരും ആത്മീയരാണെങ്കിൽ നമുക്കും പ്രയാസമില്ല. പക്ഷെ നമ്മൾ പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി അങ്ങനല്ലേ, നമ്മുടെ സമൂഹം അങ്ങനെയല്ലേ, ഇക്കാലത്ത് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നതെന്നറിയാമോ? ഞാൻ തന്നെ എനിക്ക് ജീവിക്കാൻ കഴിയത്തില്ല, പിന്നെ എല്ലാവരും ഉണ്ടെങ്കിൽ ഞാനും എന്ത് ചെയ്യാം? വിശുദ്ധനായിട്ട് ജീവിക്കാം. പക്ഷെ നോഹ വന്നിട്ട് പറയുകയാണ്, എൻ്റെ തലമുറയിലെ ഒരൊറ്റ വ്യക്തിയെ നോക്കി പോലും ദൈവത്തിന് സന്തോഷം ഉണ്ടായില്ല. അവരെ എല്ലാം കണ്ടിട്ട് ദൈവം അനുതപിക്കുകയാണ്, ദുഃഖിക്കുകയാണ്. എന്നാൽ എൻ്റെ ദൈവം എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. കാര്യം, ഈ അഭക്തരുടെ തലമുറയിൽ ഞാൻ നീതിയുള്ളവനായി ജീവിക്കുവാൻ പരിശ്രമിച്ചു. ഈ അഭക്തരുടെ തലമുറയിൽ ഞാൻ ദൈവത്തോടു കൂടെ നടന്നു. ദൈവത്തോടു കൂടെ നടന്ന രണ്ടുപേരെ കുറിച്ച് വേദോസം പറയുന്നത്. ഒന്ന് ഹാനോക്ക്, പിന്നെ ആരാണ്? നോഹ ദൈവത്തോടു കൂടെ നടന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, അതുപോലെ തന്നെ നോഹയും ദൈവത്തോടു കൂടെ നടന്നു. അതുകൊണ്ട് ദൈവത്തോടുകൂടെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ പറയുമല്ലോ, ദൈവത്തോടുകൂടെ നടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കാര്യമാണ്, എനിക്ക് ഭാര്യയും മക്കളൊക്കെ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തോടുകൂടെ നടന്നു എന്ന് പറയുന്ന രണ്ടുപേർക്കും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം കുടുംബമൊക്കെ ആയി കഴിഞ്ഞിട്ട് ബ്രദറെ ഇങ്ങനൊന്നും വിശുദ്ധമായിട്ടൊന്നും ജീവിക്കാൻ പറ്റുകയില്ലെന്ന് പറയുന്നവർക്ക് അങ്ങനെ തളർന്നിരിക്കുമ്പോൾ ഇറങ്ങി വരികയാണ്. നോഹ ഇറങ്ങി വരും, ഹാനോക്ക് ഇറങ്ങി വരും. മോനെ, ഞങ്ങൾക്കും ഉണ്ടായിരുന്നു കുടുംബമൊക്കെ, പക്ഷേ ഞങ്ങൾ ഈ ഓട്ടം ഓടി വിജയിച്ചു. അപ്പോൾ ഓട്ടം ഓടി വിജയിച്ചവരുടെ വലിയൊരു സമൂഹത്തെ നമുക്ക് ചുറ്റും നിർത്തിയിട്ടാണ് കർത്താവ് നമ്മളോട് എന്താ പറയുന്നത്? ഓടാൻ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ ഓട്ടം നാം അല്ല ആദ്യമായി ഓടുന്നത് എന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ ഓടണം. അതുകൊണ്ട് ഈ ഓട്ടത്തിൽ വിരുദ് പ്രാപിക്കാനായി നമ്മൾ ഓടണം. നമ്മൾ 1 Corinthians chapter 9:24 കാണുന്നതാണ് വിരുദ് പ്രാപിക്കാൻ. അതായത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അവിടെ പറയുന്ന വാക്ക് ചിലപ്പോൾ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും. എല്ലാവരും ഓടിയാലും ഒരാളെല്ലാവരും വിജയിക്കത്തുള്ളൂ, അപ്പം ഞാൻ വെറുതെ ഓടിയിട്ട് എന്താ കാര്യമൊന്നല്ല അവിടുത്തെ അർത്ഥം എന്താണ്? അവിടെ പൗലോസ് പറയുന്നത്, വിരുദ് പ്രാപിക്കുന്നത് ഒരേ ഒരു വ്യക്തിയാണെങ്കിൽ, 1000 പേരോടിയിട്ട് ഒരാൾ മാത്രമേ വിജയിക്കുന്നുള്ളൂ എങ്കിൽ, ഒരാൾ മാത്രമേ ആ ഓട്ടം ഓടിത്തീർക്കുന്നുള്ളൂ എങ്കിൽ, ആ വ്യക്തി ഞാനായിരിക്കും എന്ന നിലയിൽ വേണം എനിക്ക് എൻ്റെ ഓട്ടം ഓടാനായിട്ട്. എന്നാൽ ഇവിടെ ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ കാണുന്ന ആദ്യത്തെ കാര്യം, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഇപ്പോൾ പ്രധാനമായിട്ട് ഓർപ്പിക്കുന്ന ഒരു കാര്യം, സ്ഥിരതയോടെ ഓടുക, ഇല്ലേ? ഇടയ്ക്കൊക്കെ ഓടുകയല്ല. അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രയാസം അല്ലെങ്കിൽ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ചില ദിവസമൊക്കെ വളരെ നല്ലതാണ്, പക്ഷേ ചില ദിവസമൊക്കെ അങ്ങ് നമ്മൾ തകർന്നു പോകുന്നു. അപ്സ് ആൻഡ് ഡൗൺസ് ആണ് നമ്മളുടെ ഏറ്റവും വലിയ ക്രിസ്തീയ ജീവിതത്തിലെ ഒരു വലിയ പ്രശ്നം. സ്ഥിരതയില്ല. നമ്മുടെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എന്താണ്? ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഭയങ്കര ടോപ്പിലായിരിക്കും, ഒരു ദിവസം ടക്കെന്ന് പറഞ്ഞ് നേരെ താഴോട്ട് പോകുന്നു, ഒരു ദിവസം നടുക്ക് വന്ന് നിൽക്കുന്നു, പിന്നെ കുറേ സ്റ്റഡി ആയിട്ട് പോകുന്നു, പിന്നെ താഴോട്ട് പോകുന്നു, പിന്നെ മുകളിലോട്ട് പോകുന്നു, അല്ലേ? ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഗ്രാഫ് വരച്ച ഇതായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഗ്രാഫിൻ്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. എന്നാൽ എബ്രായ ലേഖനകാരൻ പറയുന്നു, അങ്ങനെ ഒരു കാര്യമല്ല നിങ്ങളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ ഓട്ടം എന്തായിരിക്കണം? യാതൊരു രീതിയിലും ഗ്രാഫിൽ താഴേക്ക് പോകാത്ത, അപ്സ് ആൻഡ് ഡൗൺസ് അല്ല, സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രോത്ത്. ഒരു ദിവസം ആത്മീയതയുടെ നെറുകയിലും പിറ്റേന്ന് വീഴ്ചയുടെ ആഴക്കുഴിയിലും വീണു പോകുന്ന ഒരു സ്റ്റേജ് അല്ല ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു
ഒരു പ്രോബ്ലം നമുക്ക് ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു സ്ഥിരത നമുക്ക് ലഭിക്കാത്തത് എന്നുള്ളത് നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് പഠിച്ചാൽ, പല ആളുകളുടെയും ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ചില സത്യങ്ങളുണ്ട്. ദൈവം എപ്പോഴും ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട്. എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട്, സ്ഥിരമായിട്ട്. ഇപ്പം മത്തായിയുടെ സുവിശേഷത്തിൽ ക്രൂശ് എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, എന്നെ അനുഗമിക്കുവാൻ ഒരുവൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. പക്ഷെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുമ്പോൾ, നാൾത്തോറും തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. വാട്ട് ഡസ് ഇറ്റ് മീൻ? നാൾത്തോറും. നിങ്ങൾ ഒരു തീരുമാനം, എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം ഒരിക്കലെടുത്താലും ആ തീരുമാനം കൊണ്ട് മാത്രം നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ കഴിയത്തില്ലെന്ന് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ തീരുമാനം എത്ര സ്ട്രോങ് ആണെങ്കിലും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്ന വാക്ക്, ഡെയിലി ടേക്കിംഗ് അപ്പ് യുവർ ക്രോസ്. ഡെയിലി നിങ്ങളുടെ ക്രൂശ്, തൻ്റെ ക്രൂശ്, നാൾത്തോറും തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. സോ ഒരു ഡെയിലി വാക്ക്, ഒരു ഡെയിലി ഡിസിഷൻ, ഒരു ഡെയിലി ക്രൂസിഫൈങ് ourselves, നമ്മൾ തന്നെ ദിനം തോറും ക്രൂശിക്കുന്ന ഒരു സ്റ്റേജ് അത്യന്താപേക്ഷിതമാണെന്ന് പറയുന്നത്. എവറി ഡേ വി നീഡ് ടു സീ ദാറ്റ് വി ആർ ക്രൂസിഫൈങ് ourselves. ഓരോ ദിവസവും നമ്മുടെ ക്രൂശ് എടുത്ത് നടക്കുന്ന, എല്ലാ ദിവസവും രാവിലെ ഞാൻ ക്രൂശിക്കപ്പെട്ടവനാണെന്ന ബോധ്യത്തോടുകൂടെ ക്രൂശ് എടുത്ത് നടക്കുന്നതായ ഒരു സ്റ്റേജ് നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ഒരു ജീവിതമാണ് നമുക്കുള്ളത്, അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ട ഒരു ജീവിതമാണെന്ന് നമുക്ക് ഉള്ളത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്നറിയാം. ഈ ആരംഭശൂരത്വം എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്. എന്താ നമുക്ക് മുമ്പിലുള്ള ഓട്ടത്തിലെ തകരാറുകൾ, അല്ലെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധികൾ എന്നുള്ളതിനെ കുറിച്ച് തിരിച്ചറിയാതെ തീരുമാനമെടുത്താൽ ഉണ്ടാകുന്ന പ്രശ്നം. ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായത്തിലാണ് കർത്താവ് ഈ ഭാഗങ്ങളെല്ലാം പറയുന്നത്. അതിനകത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഒന്ന് വായിക്കട്ടെ. ചില ആളുകളെ കർത്താവ് അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ 28-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കും. കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിയാൻ തുടങ്ങി, തീർപ്പാനോ വകയില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുമല്ലോ. അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടുന്നതിന് മുമ്പേ ഇരുന്ന് 20,000 വരുന്നവനോട് ഞാൻ 10,000 എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്തും. പിന്നെ നിലത്തിനും വളത്തിനും കൊള്ളുന്നതല്ല, അതിനെ പുറത്തു കളയും. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇവിടെ കർത്താവ് രണ്ട് ആളുകളെ പരിചയപ്പെടുത്തുകയാണ്. ആദ്യത്തെ ആള് ഞാൻ പെട്ടെന്ന് അങ്ങ് പറയുകയാണ്. ആദ്യത്തെ ആൾ ഒരു ഗോപുരം പണിയാൻ അടിച്ചു. രണ്ടാമത്തെ ആൾ ഒരു യുദ്ധത്തിന് പുറപ്പെട്ടു. യേശു കർത്താവിൻ്റെ പല ഉപമകളും ആ കാലഘട്ടത്തിൽ നടന്ന പല സംഭവങ്ങളുമായിട്ട് ചേർന്നാണ്. അത് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം. ഇത് ശരിക്കും ഈ പിലാത്തോസ് ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യവും ഹെരോദാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. പീലാത്തോസിന് ഒരു വലിയ ആഗ്രഹം ഉണ്ടായി. ഗലീലയിലൂടെ വലിയ ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് തുടങ്ങണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായി പീലാത്തോസിന്. അപ്പോൾ ഈ ഇറിഗേഷൻ പ്രോജക്റ്റ് തുടങ്ങാനായിട്ട് പൈസ വേണം. ആ പൈസയ്ക്ക് വേണ്ടി ഇദ്ദേഹം റോമിലേക്ക് അപേക്ഷിച്ചു. റോമിൽ നിന്ന് ഇപ്പം പൈസ കിട്ടുമെന്നും വെച്ച് ഇദ്ദേഹം പ്രോജക്റ്റ് അങ്ങ് തുടങ്ങി. എല്ലായിടത്തും കല്ലുമൊക്കെ കുഴിച്ചിട്ട് വലിയ പണിയൊക്കെ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് റോമിൽ നിന്ന് ഒരു ഉത്തരവ് വന്നു. ഈ യഹൂദന്മാരുടെ ഇടയ്ക്ക് ഇങ്ങനെ പൈസ മുടക്കുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല, അവന്മാർ ഭയങ്കര റിബല്യസാണ്, അതുകൊണ്ട് അവന്മാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കണ്ടെന്ന് ഉത്തരവ് വന്നു. പക്ഷേ അവിടെ ഇവിടെയെല്ലാം കുഴിയെടുത്തിട്ടിരിക്കുന്ന സീനാ കാണും. നമ്മളാണെങ്കിലും ഉണ്ടല്ലോ, മന്ത്രിമാർ വന്ന് കല്ലിട്ട് കഴിഞ്ഞിട്ട് പിന്നെ കല്ലിന് കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ എന്ന് പറയുന്ന പോലെ. ഇത് കാണുമ്പം വലിയ കാര്യത്തിനൊക്കെയാണ് കല്ലിട്ടിരിക്കുന്നത്, പക്ഷേ മുകളിലോട്ടുള്ള പണിയൊന്നും നടന്നില്ല. അപ്പോൾ ഈ കഥ പറയുമ്പോൾ പെട്ടെന്ന് അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ചിരിച്ചെന്നിരിക്കും. കാര്യം അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് പിലാത്തോസിന്റെ ആ ഒരു ജീവിതമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരുത്തൻ ഗോപുരം പണിയാൻ ഇച്ഛിച്ചു കഴിഞ്ഞാൽ ആദ്യം പണിയുന്നതിന് മുമ്പേ തന്നെ ഇത് തീർപ്പാൻ വകയുണ്ടോ എന്ന് നോക്കണം. പണിയാൻ വകയില്ലെങ്കിൽ അവൻ പണിയാൻ പോകരുത്. തീർപ്പാൻ വകയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആളുകൾ ഇവനെ കളിയാക്കാൻ തുടങ്ങും. അവൻ പണിയാൻ തുടങ്ങി, പക്ഷേ ഇപ്പം തീർക്കാൻ വകയില്ല. അതുപോലെ 20,000 വരുന്നവനോട് 10,000 എതിരിടുവാൻ കഴിയുമെന്ന് ആദ്യം തന്നെ നോക്കണം. ഇതുപോലെ തന്നെ ഒരു കാര്യമാണ്. ഹേരോദ്യയെ, നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഹേരോദ്യയെ ഇങ്ങനെ അടിച്ചു മാറ്റി ഹേരോദാവ് വരുന്ന സമയത്ത് ഹേരോദ്യയുടെ പിതാവ് ഹേരോദാവിനെതിരായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെട്ടു. എന്നാൽ യുദ്ധം എന്ന് പറഞ്ഞ് ഹേരോദാവ് ഇവിടുന്നും തുടങ്ങി. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാക്കിയത്
ഹേരോദ്യയുടെ പിതാവ് വന്നിരിക്കുന്നത് ചില്ലറ ആൾക്കാരുമായിട്ടൊന്നും അല്ല, വലിയൊരു സംഘവുമായിട്ടാണ്. ഒടുവിൽ യുദ്ധം ജയിക്കത്തില്ല എന്ന് മനസ്സിലായപ്പോൾ കോംപ്രമൈസിന് പോയി. അപ്പോൾ ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കർത്താവ് ഇത് പറയുന്നത്. ഒരു വലിയ ഗോപുരം പണിയാൻ, ഇപ്പം നമ്മുടെ കാലഘട്ടത്തിൽ വെച്ച് നോക്കിയാൽ ഒരു വലിയൊരു ഗോപുരം പണിയാനായിട്ട് എനിക്കിപ്പം 1 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനൊരു 10 നില കെട്ടിടം പണിയാൻ അടിസ്ഥാനം ഇടാൻ പോലും തികയത്തില്ലല്ലോ, ഇല്ലേ? അപ്പം 10 നിലയ്ക്കുള്ള അടിസ്ഥാനം അങ്ങിട്ട് പണിയാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉള്ള വീട് വിറ്റിട്ടായിരിക്കും ഇത് തുടങ്ങുന്നത്. ഒടുവിൽ പിന്നെ ഒരു ചാക്ക് കെട്ടുമായിട്ട്, അല്ലെങ്കിൽ ചാക്ക് കൊണ്ട് ഒരു ചെറിയ കുടിൽ പോലും ഉണ്ടാക്കി അവിടെ ഞാൻ എൻ്റെ ഭാര്യയും മക്കളും എല്ലാം കൂടെ താമസിക്കുകയാണെങ്കിൽ ആൾക്കാർ പറയും, എടാ ഇവനൊന്ന് ആലോചിക്കണ്ട, ഇവന് ഈ 1 ലക്ഷം രൂപയും കൊണ്ട് ഉള്ളതും കൊണ്ടൊരു വീട് പണിതായിരുന്നെങ്കിൽ അവൻ അവിടെങ്കിലും ജീവിക്കാമായിരുന്നല്ലോ, ഇവൻ ഇരുന്നൊന്നും ആലോചിച്ചില്ലല്ലോ എന്ന് പറയുമല്ലോ. ഇതുപോലെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഒരുവൻ പ്രവേശിക്കാൻ ഇച്ഛിക്കുകയാണെങ്കിൽ, ഒരുവൻ യേശുവിൻ്റെ ശിഷ്യനാകുവാൻ ഇച്ഛിക്കുകയാണെങ്കിൽ അവൻ അതിന് എന്ത് വില കൊടുക്കണമെന്നുള്ളത് ആലോചിച്ചിട്ട് വന്നാൽ മതി എന്നാണ് കർത്താവ് പറയുന്നത്. ഇല്ലെങ്കിലുള്ള പ്രശ്നം, ചാടിക്കേറി ഇതങ്ങ് തുടങ്ങുകയും ചെയ്യും, ഞാൻ യേശുവിൻ്റെ ശിഷ്യനാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുകയും ചെയ്യും. പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതുപോലുള്ളൊരു ജീവിതം ജീവിക്കാൻ ഇവന് കഴിയാതെ വരുമ്പോൾ നാട്ടുകാർ പറയും, എന്താ പറഞ്ഞത്, നീ യേശുവിൻ്റെ ശിഷ്യനാണ്, എന്നിട്ട് യേശുവിൻ്റെ ശിഷ്യൻ ഇതൊക്കെയാണോടാ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് നാട്ടുകാർ വഴിയിലിട്ട് ചവിട്ടും. അവിടെ പറയുന്നത്, ഉപ്പ് കാരമില്ലാതെ പോയാൽ, അല്ലെങ്കിൽ ഇഫ് ദ സോൾട്ട് ലൂസസ് ഇറ്റ്സ് സോൾട്ടിനെസ്, ഉപ്പുരസമുള്ള സോൾട്ട് നല്ലതാണ്, അത് മനുഷ്യന് പ്രയോജനമുള്ളതാണ്. ഇല്ലെങ്കിൽ അത് നിലത്തിനും കൊള്ളത്തില്ല, വളത്തിനും കൊള്ളത്തില്ല, വഴിയിലിട്ട് കഴിഞ്ഞിട്ട് മനുഷ്യനിട്ട് ചവിട്ടുമെന്ന്. എന്നറിയാമോ, ഇത് കാണുമ്പോൾ ഉപ്പിൻ്റെ രൂപമാണെങ്കിലും ടേസ്റ്റ് ചെയ്യുമ്പോൾ എന്തില്ല, രസമില്ല. തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു